നിങ്ങളെ ക്രോധം അലട്ടുകയും അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ? നിരാശപ്പെടണ്ട, അതിനൊക്കെ പരിഹാരമുണ്ട്. ഇന്നലെ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാക്കുന്ന ക്രോധം എന്ന യമരാജനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത്. ക്രോധത്തെ കാൽപാദം കൊണ്ട് ചവിട്ടിത്താഴ്ത്തണമെന്ന് ഉപദേശിച്ച അഥർവവേദ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. അഭിതിഷ്ഠാമി തേ മന്യും പാർഷ്ണ്യ പ്രബദേന ച. ആ മന്ത്രത്തെ നിങ്ങൾ ഓർക്കണം, മറക്കരുത്. ക്രോധത്തെ കാൽപാദം കൊണ്ട് ചവിട്ടിത്താഴ്ത്തണം എന്ന് പറയും. അത് പിന്നീട് രാവണൻ കൈലാസമെടുത്ത് അമ്മാനമാടിയപ്പോൾ ശിവൻ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വിരലുകൊണ്ട് അത് അമർത്തിയത് അതിൻ്റെ ഒരു കൃത്യമായ ആവിഷ്കാരമാണ് ഈ മന്ത്രത്തിൻ്റെ. അഭിതിഷ്ഠാമി തേ മന്യും പാർഷ്ണ്യ പ്രബദേന ച. ക്രോധത്തെ കാൽപാദം കൊണ്ട് ചവിട്ടിത്താഴ്ത്തണം. ക്രോധത്തെ അമർച്ച ചെയ്യുന്നതിനുള്ള 6 മാർഗങ്ങളെക്കുറിച്ച്, പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് 10 സെക്കൻഡ് റൂൾ എന്ന് പറയും. അതായത് ദേഷ്യം വരുമ്പോൾ, ക്രോധം വരുമ്പോൾ 10 സെക്കൻഡ് കാത്തിരിക്കുക. 10 സെക്കൻഡ് ആഴത്തിൽ ശ്വസിക്കുക. 1 മുതൽ 10 വരെ ഒന്ന് എണ്ണുക. 90% സാഹചര്യങ്ങളിലും ഇത് മതിയാവും. ഇതോടുകൂടി പ്രശ്നം തീരും. രണ്ടാമത്തേത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയും. ഈ വികാര വിക്ഷോഭം കൊണ്ട് എനിക്ക് എന്തെല്ലാം സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്ന് കോപിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വയം ചോദിക്കുക. ഇപ്പം നടത്താൻ പോകുന്ന ഈ ദേഷ്യം കൊണ്ട്, വികാര വിക്ഷോഭം കൊണ്ട് എനിക്ക് എന്തെല്ലാം സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടാവുക? അല്പം മുമ്പ് ഒന്ന് സ്വയം ചോദിക്കുക. ജോലിയിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എന്തൊക്കെ? അല്ലെങ്കിൽ താൻ നടത്തുന്ന ബിസിനസ്സിൽ വരുന്ന നഷ്ടം എന്തൊക്കെ? അല്ലെങ്കിൽ നിക്ഷേപത്തിൽ വരാൻ പോകുന്ന നഷ്ടം എന്താണ്? സാമ്പത്തിക കോണിൽ നിന്ന് ചിന്തിച്ചാൽ ക്രോധം ലോകത്തിലെ ഏറ്റവും ചെലവേറിയ വികാരമാണെന്ന് കാണാം. ഏറ്റവും ചെലവേറിയത് ക്രോധമാണെന്ന് കാണാം, സംശയം വേണ്ട. അതുകൊണ്ട് ആ ചെലവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ക്രോധത്തെ നിയന്ത്രിക്കുന്നതിന് നമ്മളെ സഹായിക്കും. മൂന്നാമത്തത്, ക്രോധം വരുമ്പോൾ എഴുതുക എന്നുള്ളതാണ്. ഒരു പേപ്പറിലോ, കയ്യിൽ കിട്ടാവുന്ന ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ന് എഴുതുക. എന്തുകൊണ്ടാണ് വിഷമുണ്ടാവുന്നത്, ദേഷ്യം വരുന്നത്? ഇത് ആരെയും ഉപദ്രവിക്കാതെ നമ്മളുടെ വികാരങ്ങളെ കെട്ടഴിച്ചു വിടാൻ സഹായിക്കുന്ന ഒരു ഏർപ്പാടാണ്. കടലാസിൽ എഴുതുക. എന്നിട്ട് അത് കഷ്ണമായി കളയുക, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. നാലാമത്തേത് ഫിനാൻഷ്യൽ ഗോൾസ് വിഷ്വലൈസേഷനാണ്. ഈ ഫിനാൻഷ്യൽ ഗോൾസ് വിഷ്വലൈസേഷൻ, ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുകയാണ്, ശരിക്കും വിശദീകരിക്കേണ്ട കാര്യമാണ്, ചുരുക്കി പറയും. അതായത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. സ്വന്തം വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ് ഫണ്ട്, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ക്രോധം വരുമ്പോൾ ഇതൊന്ന് നോക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ ക്രോധം കൊണ്ട്, ഈ ദേഷ്യം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ അകറ്റുകയാണോ അതോ സാക്ഷാത്കരിക്കുകയാണോ? ഉത്തരം എന്തായിരിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ. ഇനി അഞ്ചാമത്തേത് പ്രൊഫഷണൽ സപ്പോർട്ട്. ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സഹായം തേടണം. ഇതൊരു ദൗർബല്യമേ അല്ല, അതൊരു ബുദ്ധിയാണ്. ദൗർബല്യമല്ല എന്ന് മാത്രമല്ല, അതൊരു ബുദ്ധിയാണ്. പക്ഷേ ഇത് പലരും ചെയ്യാൻ മടിക്കുന്നു. എന്നാൽ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നത് ദേഷ്യമാണെങ്കിൽ ആ യമരാജനെ മടക്കി അയക്കാൻ പ്രൊഫഷണൽ സഹായം തേടുന്നത് നല്ലതല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു പ്രൊഫഷണൽ സഹായം കൊണ്ട് ആ യമരാജനെ നമുക്ക് മടക്കി അയക്കുന്നതാണ് നല്ലത്. ആറാമത്തേത് എന്താണെന്ന് അറിയാമോ? മന്ത്രശക്തിയാണ്. ക്രോധം വരുമ്പോൾ ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുക. ക്രോധം എന്ന യമരാജനെ നിയന്ത്രിക്കാൻ ഈ ശിവമന്ത്രം ഒരുപക്ഷെ സഹായിച്ചേക്കാം. ഇത് ജപിക്കുന്നത് മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കും. ക്രോധം സാക്ഷാൽ യമനാണ്. അത് നിങ്ങളുടെ ആയുസ് മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തും കവർന്നെടുക്കുന്നു. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ തവണ നിങ്ങൾ ദേഷ്യത്തെ നിയന്ത്രിക്കുമ്പോഴും നിങ്ങൾ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. ആരും ആലോചിക്കാത്തൊരു കാര്യമാണ്. ശാന്തമായ മനസ്സുകൊണ്ട് മാത്രമേ സമൃദ്ധമായ ജീവിതം ഉണ്ടാക്കാൻ കഴിയൂ. ഇന്നു മുതൽ ക്രോധം വരുമ്പോൾ, ക്രോധം എൻ്റെ സമ്പത്തിൻ്റെ ശത്രുവാണ്, ശാന്തി എൻ്റെ സമ്പത്തിൻ്റെ സംരക്ഷകനാണ് എന്ന തത്വത്തെ ഓർക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ക്രോധം എൻ്റെ സമ്പത്തിൻ്റെ ശത്രുവാണ്, ശാന്തിയാകട്ടെ എൻ്റെ സമ്പത്തിൻ്റെ സംരക്ഷകനാണ്. ഇതൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ്.
സമ്പത്തിനും സമാധാനത്തിനും വേണ്ടിയെങ്കിലും ക്രോധത്തെ നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ശുഭാശംസകൾ നേരുന്നു. ദേഷ്യമില്ലാത്ത, ക്രോധമില്ലാത്ത ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.